പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്ന കളങ്കാവൽ. മമ്മൂട്ടി വില്ലനായിട്ട് വരുന്നു, വിനായകൻ നായകനായിട്ട് വരുന്നു. അത് തന്നെ ചിത്രത്തിൻ്റെ ഒരു പുതുമയാണ്. ഈ ഡിസംബർ 5-ാം തീയതിയാണ് ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. പ്രീ റിലീസ് ടീസർ ഇതിൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ ചിത്രത്തെ പറ്റി ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കഥകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളെ കൊല്ലുന്ന ഒരു കുറ്റവാളിയുടെ കഥ, അത് മമ്മൂട്ടിയായിട്ട് വരുന്നു. സനീഡ് മോഹൻ്റെ കഥയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വിനായകൻ പോലീസ് ഓഫീസറായി വരുന്നു. മമ്മൂട്ടിയെ പിടിക്കാൻ വേണ്ടി വിനായകൻ നടക്കുന്നു. ഇത് തന്നെയായിരിക്കും കഥ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ റിലീഫ് ടീസർ നമുക്കൊന്ന് കണ്ടു നോക്കാം. என் தங்கச்சி தான் சார். இந்த பெங்கள ஜீவிதம் அவ எங்களோட பொண்ணு தான் சார். அவ திரும்பி வருவாளா சார்? പിന്നീട് കൊല്ലുക എന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലും. മമ്മൂട്ടിയുടെ സ്റ്റൈല്, ഇതൊക്കെ പൊളിച്ചില്ലേ. അതുപോലെ മമ്മൂട്ടിയെ പ്രത്യേക ലുക്ക് കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ കേട്ടതുപോലൊക്കെ തന്നെയാണ്. സ്ത്രീകളുടെ ഫോട്ടോകളും ഒക്കെ ഒത്തിരി കാണിക്കുന്നുണ്ട്. ഇവരെ എല്ലാവരും ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം കൊല്ലുന്നതായിരിക്കാം. ഇതിന് മറുകഥയുണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ട് ഇവരെ കൊല്ലുന്നു എന്നുള്ളൊരു മറുകഥയുണ്ടോ, അതോ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ കഥയിൽ ഒരു ഉപകഥ അത് തന്നെയായിരിക്കാം ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. മമ്മൂട്ടി ഒരു തനി വില്ലനായിട്ട് വെക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത് മമ്മൂട്ടിയുടെ ആരാധകരെങ്ങനെ നമുക്കെങ്ങനെ തോന്നുമില്ലേ, മമ്മൂട്ടിയെപ്പോലുള്ളൊരു നടൻ തനി വില്ലൻ, അവസാനം വിനായകൻ വിജയിക്കുന്നതൊക്കെ ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരിക്കും. എന്നാലും വില്ലനല്ലേ തോൽക്കാൻ പറ്റത്തുള്ളൂ. ഈ നായകൻ ജയിക്കണം അല്ലേ? അതിന് ഏതെങ്കിലും ടിസ്റ്റ് അവർ കൊണ്ടുവരുമായിരിക്കില്ലേ. നമുക്ക് കാത്തിരിക്കാം. കമ്പനി ഈ ചിത്രം ഇറക്കുന്നു. ഡിസംബർ 5-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇതിൻ്റെ പ്രീസെയിൽ ബുക്കിംഗ് തുടങ്ങിയായിരുന്നു രാവിലെ തന്നെ. അപ്പം മണിക്കൂറിൽ 1000 ടിക്കറ്റുകളും ഇതിന് വിറ്റ് പോകുന്നുണ്ട്. പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ 39 ലക്ഷം രൂപ നേടിയതായിട്ട് 5 മണിക്കുള്ള വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ. ഏതായാലും 3-4 ദിവസം കൊണ്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ. ഒരു മികച്ച ചിത്രമായി മാറട്ടെ കളങ്കാവൽ. 2025 മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട കൊല്ലമായിരുന്നു. അപ്പം കളങ്കാവൽ ഒരു മികച്ച ചിത്രമായി മാറാൻ നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഏതായാലും ആദ്യ ഷോയ്ക്ക് തന്നെ നമ്മൾ പോവും. നിങ്ങൾ തയ്യാറാണോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെ കമൻ്റായിട്ട് ഇടുമല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ. ഓക്കെ, ബൈ.